ഇനി നമുക്ക് അടുത്ത ഫ്ലവർ ചെയ്യാം. അത് നമ്മളിപ്പോൾ നേരത്തെ വെട്ടി ഒത്തിരി വേസ്റ്റ് പോയി. അപ്പോൾ ആ വേസ്റ്റ് പീസുകളാണിത്. ഒത്തിരി വരും അങ്ങനെ, സോളാറിന് ഒത്തിരി വേസ്റ്റ് വരും ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ. അങ്ങനെ വരുന്ന ബാലൻസ് പീസുകളാണ് ഇതെല്ലാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് കളയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ഫ്ലവർ ഉണ്ടാക്കാം. അടുത്ത ഫ്ലവർ ഇങ്ങനെ ചെയ്യാൻ. ഇപ്പോൾ നമുക്ക് കിട്ടുന്നതനുസരിച്ച് ഇപ്പോൾ ഇത്രയുണ്ട്. ഇതിപ്പോൾ ചുമ്മാ റോൾ ചെയ്യണം. ചുമ്മാ ഇങ്ങനെ റോൾ ചെയ്താൽ മതി. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വലുപ്പത്തിൽ തന്നെ മതി. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ശകലവും കൂടെ കൊടുക്കാം. ഇതിൻ്റെ ഹാഫ് മതിയാവും. മുഴുവനും ഈ പൂവിന് വേണ്ടി നല്ല പീസുകൾ എടുത്ത് ആരും കട്ട് ചെയ്യേണ്ട. വേസ്റ്റ് കിട്ടുന്നത് മാത്രം നമ്മൾ വേറെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വേസ്റ്റ് കൊണ്ട് മാത്രം ചെയ്താൽ മതി. കാരണം നമുക്കിപ്പോൾ ഈ മോൾ ഭാഗം മാത്രം വൃത്തിയായിട്ട് കിട്ടിയാൽ മതി. ബാക്കി അടിയിലേക്കൊക്കെ പൊട്ടിയതോ എന്താണെങ്കിലും ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും കളർ ചേഞ്ച് ഒന്നും പ്രശ്നമല്ല. ഇങ്ങനെ ചുറ്റി എടുത്തിട്ട് നമ്മൾ ഇതുപോലെ തന്നെ പ്രസ് ചെയ്യാം. പ്രസ് ചെയ്ത് അറ്റം ഇതുപോലെ ആക്കി എടുത്തിട്ട് നമ്മൾ കമ്പി എടുത്ത് എപ്പോഴും ചുറ്റുമ്പോൾ സെയിം ഇതുപോലെ തന്നെ താഴേക്ക് ഇങ്ങനെ ചുറ്റുക. ഇതുപോലെ ചുറ്റിയെടുക്കുക. ഇത് വളരെ നിസ്സാരമായിട്ടുള്ള ഫ്ലവറായിട്ട് ആരും തള്ളിക്കളയരുത്. കാരണം ഇത് ഒത്തിരി ഉണ്ടാക്കിയിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളൊക്കെ വളരെ ഭംഗിയായിട്ടുള്ളൊരു ഫ്ലവറാണിത്. ഇങ്ങനെ അങ്ങ് ടേപ്പ് ചുറ്റിയെടുക്കണം. ഇനിയിപ്പോൾ ഇതിപ്പോൾ കമ്പി കെട്ടാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു മെത്തേഡും കൂടെ കാണിച്ചു തരാം. ഇത് ചുമ്മാ റോൾ ചെയ്ത് ഫ്ലവർ എടുത്തിട്ട് പ്രസ് ചെയ്തിങ്ങനെ വെച്ചിട്ട് നമ്മളൊരു കമ്പി, അതായത് നമുക്ക് അധികം ലെങ്ത്ത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ചെറിയ കമ്പി മതി. നമുക്ക് ചെറിയൊരു അറേഞ്ച്മെൻറ്റ് ഇങ്ങനെ കുത്തി വെക്കാനായിട്ട് ഈ കമ്പി ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക. ഈ കമ്പി കൂട്ടിപ്പിടിച്ചിട്ട് ഈ ടേപ്പ് എടുത്ത് ഇങ്ങനെ ചുറ്റിയാൽ മതി. അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ ചുറ്റുന്നതിനേക്കാളും കമ്പി അതിലോട്ട് ചുറ്റുന്നതിനേക്കാളും കുറച്ചും കൂടെ ഫിനിഷിങ് കിട്ടും. കുഴപ്പമില്ല. ഇപ്പോൾ കമ്പി ചുറ്റിയത് ഇങ്ങനെ ഇരിക്കുന്ന കമ്പിയുടെ ഒരു ഇത് കാണുന്നതേ ഉള്ളൂ. ഇതാകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഈ ടേപ്പ് അങ്ങോട്ട് ചുറ്റുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നുള്ളൂ. അതൊരിക്കലും ഇതിനോട് കമ്പി ഊരിപ്പോരില്ല. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. പിന്നെ ഇതിപ്പോൾ നമ്മൾ ചുറ്റി വരുമ്പോഴത്തേക്കും ശകലം കയറി ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. അങ്ങനെയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഫിനിഷിങ് ആയി. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് വെച്ച് ചെയ്തിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ചെറിയൊരു അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ കൂടി അത് നല്ലൊരു ഭംഗിയുണ്ടാവും. ഹാഫ് ഫ്ലവേഴ്സാണ് വെച്ചിരിക്കുന്നത്. ഒരു ചെറിയ ബാസ്ക്കറ്റ്, ഇത് വലിയ അറേഞ്ച്മെൻറ്റ് നമ്മൾ അത്രയും ഫ്ലവേഴ്സ് ഉണ്ടാക്കണമെന്നേ ഉള്ളൂ. ചെറിയൊരു ബാസ്ക്കറ്റിൽ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സിലേക്ക് അത്രയും ഭംഗി ഉണ്ടാവുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും.